ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. സരയു രാഹുലിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. സരയു പറയുന്നുണ്ട്, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഞാൻ നിങ്ങളെ കാണാൻ വരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? എന്തായി, നിങ്ങൾക്ക് അവരെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വളരെ ദേഷ്യത്തോടു കൂടി. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞാൻ അതിന് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്ന് പറയാണ്. ഇത് കേൾക്കാനല്ല ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ പറയാണ്, അതവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്തായാലും മോള് വന്നത് നന്നായി. അല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോളുടെ അറിവോടുകൂടി തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്ന് സരയു പറയുകയാണ്. അപ്പോൾ ആ സമയം, അതെ, ഇവിടെ മനോഹറിനെ കാണാൻ വേണ്ടി കല്യാണിയും കിരണും വന്നായിരുന്നു, പിന്നെ കൂടെ നമ്മുടെ മോള് കൺമണി മോളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതെ, സത്യം തന്നെയാണ്. അവര് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു അവന് എന്നിട്ട് വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെയുള്ളവരോട് വന്ന് പറഞ്ഞത്. തൻ്റെ കുഞ്ഞിനെ കണ്ട സന്തോഷം എല്ലാവരുമായി അവൻ പങ്കിടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സരയു പറയാണ്, ഇല്ല, എൻ്റെ അറിവോട് കൂടിയിട്ടല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഞാൻ ആൻറ്റിയെ ഏൽപ്പിച്ചിട്ടുള്ളത് എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ അവൾ നല്ല സുഖസൗകര്യത്തോടു കൂടി വളർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവരുടെ കമ്പനിയിൽ ഒരു ജോലി അത് ഞാൻ വാങ്ങിച്ചെടുത്തത് തന്നെയാണ്. എനിക്ക് ഒരു ജോലി അത്യാവശ്യമായതുകൊണ്ട് തന്നെ എന്തായാലും ഇത് ഞാൻ ചോദിക്കും അവരോട്, അതെന്താണെന്ന് അറിയണമല്ലോ എനിക്ക്. എന്നെ കരയിപ്പിച്ചവനെ അവർ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്, അപ്പം എൻ്റെ ദുഃഖങ്ങൾ അവർ അത്രയും മനസ്സിലാക്കുന്നു എന്നല്ലേ ഉള്ളു അതിൻ്റെ അർത്ഥം. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്, അവനെ ഇല്ലാതാക്കണം, അവനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പരോളിലിറങ്ങുന്ന ദിവസം ഞാൻ എൻ്റെ കുഞ്ഞും നിങ്ങളുടെ ഭാര്യയൊക്കെ നിങ്ങളുടെ കൂടെ 2 ദിവസം ആരും അറിയാതെ ആയാലും താമസിക്കാൻ ഉണ്ടാകുമെന്ന് പറയാണ്. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മയല്ല, എൻ്റെ വളർത്തമ്മ എന്ന് പറഞ്ഞിട്ട്, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻ്റെ കാതുകളിൽ നല്ല വാർത്ത നിങ്ങൾ കേൾപ്പിക്കണം കേട്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ സരയു അവിടെ നിന്നും പോവുകയാണ്. രാഹുൽ തിരിച്ച് ജയിലിലേക്ക് ചെല്ലുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ആരാങ്കിളെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് സരയു ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സരയു എന്ത് പറയുന്നു, പുറത്തെ വിശേഷങ്ങളൊക്കെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റിയില്ല, എൻ്റെ മോള് വളരെ ദേഷ്യത്തിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മനോഹറിനെ കൊല്ലാത്തതിലുള്ള ദേഷ്യം അവൾക്ക് നല്ല രീതിയിൽ എന്നോടുണ്ട്. പിന്നെ അന്ന് കുഞ്ഞുമായിട്ട് മനോഹറിനെ കാണിച്ചു കൊടുത്തില്ലേ, അത് എൻ്റെ മോളുടെ അറിവോട് കൂടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട് രാഹുൽ. അപ്പോൾ ആ സമയം, അതെയോ, അപ്പോൾ അവർ സരയുനെയും ചതിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. അല്ല അങ്കിളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സരയുനോട് എന്തായാലും RS കൺസ്ട്രക്ഷനിൽ അവൾ വർക്ക് ചെയ്യുകയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഈ കിരണിനെ വശത്താക്കിയിട്ട് കിരണും അവളും തമ്മിൽ ആദ്യം കല്യാണം കഴിക്കാനിരുന്നതല്ലേ, അങ്ങനെ ഈ കല്യാണിയുടെയും കിരണിൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൂടെ സരയുനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്നും അറിയില്ല, അതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ നീ പറഞ്ഞത് ശരി തന്നെയാണ്, കിരണിനെ കല്യാണം കഴിക്കേണ്ടത് എൻ്റെ മോള് തന്നെയായിരുന്നു. പക്ഷേ അന്ന് ആ കല്യാണി എന്ന് പറയുന്നവൾ ഇതിൻ്റെ കിരണിൻ്റെ ഇടയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മകളിപ്പോൾ സന്തോഷത്തോടു കൂടി ജീവിച്ചേന്. തന്നെയല്ല, ചന്ദ്രസേനൻ അവൻ ഒരിക്കലും രൂപയെ തേടി എത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥയും വരില്ലായിരുന്നു. എല്ലാത്തിനും കാരണം നിൻ്റെ ഒരു പെങ്ങളാണ് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അതെ, അവളുടെ പ്രാക്കും അവളുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലം തന്നെയാണ് നമ്മൾക്കൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുന്നത് എന്നിങ്ങനെ വിക്രവും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് സരയു നേരെ RS കൺസ്ട്രക്ഷനിൽ കല്യാണിയുടെയും കിരണിൻ്റെയും ക്യാബിനിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവളങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ട് 2 പേര്. കിരൺ ചോദിക്കുന്നുണ്ട്, എന്താ സരയു നീ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ജോലി വേണ്ടെന്ന് വെക്കുന്നെങ്കിൽ വെക്കാം, രാജിവെക്കാം, എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെയും ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയില്ലാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, എന്താ സരയു ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണോ നിങ്ങൾ എൻ്റെ അറിവില്ലാതെ മനോഹറിനെ നിങ്ങൾ കൺമണി മോളെ കാണിച്ചു കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ 2 പേരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അതെ, എൻ്റെ അച്ഛനെ ഞാൻ കാണാൻ പോകുന്നത് അയാളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ജീവിതം തകർത്ത് എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അവനല്ലേ, എന്നിട്ടും നിങ്ങൾ എന്താ അവനോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്? എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇനി അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്കെങ്കിലും പോയിക്കോളാം, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് നാട് വിട്ടുപോകും ഇനി മേലാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ, ഇല്ല സരയു, ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാകില്ല. അവൻ 2 പ്രാവശ്യം ഞങ്ങൾക്ക്
കത്തെഴുതിയായിരുന്നു കുഞ്ഞിനെ കാണണമെന്ന ആവശ്യവുമായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അവൻ്റെ മനസ്സിൽ നിന്ന് കിട്ടുന്ന സ്നേഹമല്ല. അവൻ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. അവൻ ഒരിക്കലും ആരെയും സ്നേഹിക്കുകയുമില്ല. നിങ്ങൾക്കറിയാലോ, സ്നേഹം നടിച്ചിട്ട് അവൻ എല്ലാവരെയും കബളിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ വീണു പോവരുത്. അതുകൊണ്ട് ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കരുത് എന്ന് പറയുമ്പോൾ, ഇല്ല സരയു, അപ്പോൾ ഇനി ഈ കമ്പനിയിൽ ഞാൻ തുടരാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഉറപ്പായി, നിനക്ക് ഞങ്ങൾ വാക്ക് തരികയാണ്, ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു ഇത് നിന്നോട് ചോദിക്കാതെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി എന്നും പറഞ്ഞ് അങ്ങനെ സരയു അവിടെ നിന്നും പോകുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, സരയുന് നല്ല ദേഷ്യമായിട്ടുണ്ടായ ഒരു കാര്യം, എന്തായാലും ഇനി സരയുവിൻ്റെ സമ്മതമില്ലാതെ, സരയുവിൻ്റെ അറിയാതെ ഇനി ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട, അവനിഞ്ഞ് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കേണ്ട കിരണേട്ട എന്ന് പറയുമ്പോൾ, അത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിരൺ പറയുന്നുണ്ട്, അതെ ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കാം. കുഞ്ഞിനെ അച്ഛനെ ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അച്ഛനായി മാറിക്കോളാം. കുഞ്ഞ് എന്നെ അച്ഛ എന്ന് വിളിച്ചോട്ട്. സ്കൂളിൽ ചേർത്തുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിലെ കുട്ടികൾക്കിടയിലും ഞാൻ അവളുടെ അച്ഛനായിക്കോളാം. നമ്മുടെ കല്ലുമോനെയും കൺമണി മോളെയും ഒരുപോലെ ഒരേ അവസരം നമുക്ക് സ്കൂളിൽ ചേർത്തുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ലക്ഷ്മി അമ്മയെയും അതുപോലെ കാർത്തികയും ബൈജു ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബൈജു വന്നിട്ട് പറയാണ്, അതെ എൻ്റെ കയ്യിൽ അളിയനൊരു തോക്ക് തന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ തോക്ക് ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ കയ്യിലുമുണ്ട് ബൈജു ഓരോ ആയുധങ്ങൾ, പക്ഷേ അവനെ ആയുധം കൊണ്ട് കീഴടക്കാൻ പറ്റില്ല. അവൻ അത്രയ്ക്ക് തലമണ്ട ഉള്ളവനാണ്. അവനെ നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം ബൈജു പറയാണ്, നിങ്ങൾ പേടിക്കാതിരിക്കും, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? എന്തായാലും കിരണാളിയൻ്റെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ ചുറ്റുമുണ്ട്, എല്ലാവരും നമ്മുടെ നമുക്ക് നിരീക്ഷണം തന്നിട്ടുണ്ട്, അതുകൊണ്ട് പോലീസൊക്കെ ഉണ്ട്, നമ്മളെ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ബൈജു ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പ്രകാശനെ കാണിക്കുന്നുണ്ട്. പ്രകാശന് ദീപ ഗുളിക കൊണ്ട് കൊടുക്കുകയാണ്. ഇത് കഴിക്കുക പ്രകാശേട്ട എന്ന് പറഞ്ഞു. അങ്ങനെ അത് വെള്ളം വാങ്ങി കുടിച്ച് ആ ഗുളിക കഴിക്കുന്നുണ്ട്. അതിനുശേഷം പ്രകാശൻ പറയുന്നുണ്ട്, അമ്പലത്തിൽ പോയി തൊഴുതിട്ടും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ദീപേ. എൻ്റെ മക്കളുടെ കാര്യം ആലോചിച്ച് എൻ്റെ പെൺമക്കളെ ഞാൻ എത്രയോ വെറുത്തിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ പെൺമക്കൾ തന്നെയാണ് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവുമില്ല. ഞാൻ കാർത്തിക മോളുടെ വീട്ടിലേക്ക് പോയാലോ, അവിടെ ആ ബൈജു മാത്രമല്ലേ ഉള്ളൂ, അവൻ എന്ത് ചെയ്യാൻ സാധിക്കും, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ ഇപ്പോൾ വയ്യാത്തതില്ല, പ്രകാശൻ ഇവിടെ ഇരിക്കും, പ്രകാശൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ലക്ഷ്മി അമ്മയെയും കാർത്തികയെയും വിളിച്ചായിരുന്നു, അവർക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതല്ലടി എനിക്ക്, നീ എന്നെ അങ്ങനെ തളർത്തണ്ട. ഞാൻ അന്ന് ബൈജുവിൻ്റെ പെണ്ണ് കാണാൻ പോയപ്പോൾ എനിക്ക് അന്നും ആവശ്യത ഉണ്ടായിരുന്നല്ലോ, പക്ഷേ ആ സമയത്തല്ലേ കിരണിനെ കുത്താൻ വന്ന ഞാൻ കിരണിനെ രക്ഷപ്പെടുത്തി, കിരൺ മോനെ രക്ഷപ്പെടുത്തി ആ കുത്ത് ഞാൻ ഏറ്റുവാങ്ങിയത്. എനിക്കിപ്പോൾ ജീവിക്കണമെന്നൊന്നുമില്ല, കാരണം എനിക്ക് എല്ലാ തരത്തിലുള്ള അസുഖമുണ്ട്, ഇപ്പോൾ ഒരു കുത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ പെൺമക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് എനിക്കൊന്ന് ജീവിക്കാൻ തോന്നുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും അതിനുശേഷം വീണ്ടും നമ്മുടെ ബൈജുവിനെയും അതുപോലെ കാർത്തികയും ലക്ഷ്മി അമ്മയും കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാണ്, ജനലിൽ എന്തോ തട്ടിയതുപോലെ. അപ്പോൾ വാതിൽ തുറക്കണ്ട, ജനൽ തുറക്കണ്ട എന്നുള്ള കാര്യമൊക്കെ ബൈജുവിനോട് പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആരാ വന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും വാതിൽ തുറക്കണ്ട ബൈജു എന്ന് പറയുന്നുണ്ട്. ഇല്ല, ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കാമെന്നും പറഞ്ഞ് ബൈജു തൻ്റെ കയ്യിലുള്ള തോക്കും പിടിച്ചിട്ട് നേരെ ജനൽപ്പാളി തുറന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് നമ്മുടെ കല്യാണിയൊക്കെ ആയിരിക്കും വരുന്നത്. ആരും പേടിക്കുന്ന രീതിയിലുള്ള ആരും അല്ല. അതെന്തായാലും നാളെയാണ് അത് കാണിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.